ഹായ് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് എന്ത് കർമ്മയാണ് ലഭിക്കുവാനായിട്ട് പോകുന്നതെന്നാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയെ, ഏതൊരു വ്യക്തിയാണോ നിങ്ങളെ വേദനിപ്പിച്ചത്, ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിങ് കാണുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക. നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം. ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് മാത്രം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന്. ജഡ്ജ്മെൻറ്റ്, ഹെർമിറ്റ്, ജസ്റ്റിസ്, വീൽ ഓഫ് ഫോർച്യൂൺ, 6 ഓഫ് വൺസ്, 3 ഓഫ് കപ്സ്, 8 ഓഫ് വൺസ്, 9 ഓഫ് വൺസ്. ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സുകൾ. നമുക്കിവിടെ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് അവർ നിങ്ങളെ വേദനിപ്പിച്ച സമയത്ത് അവരും അതുപോലെ വേദനിക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിക്ക് ഇല്ലായിരുന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇനി അവരുടെ ജീവിതം അവരെ ആത്മപരിശോധനയിലേക്കും കുറ്റബോധത്തിലേക്കും നയിക്കുമെന്നാണ്. ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് വരാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ, അതും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അവർ ചെയ്തതിൻ്റെ ആ ഒരു ഫലം അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുവാൻ തുടങ്ങാൻ പോകുന്നു എന്നും ഈ ഒരു കാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, നമുക്കിവിടെ ഹെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ ആ ഒരു വ്യക്തി, അതായത് നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തി ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവരുടെ മനസ്സ്, അതായത് അവരുടെ മനസ്സിൽ നിന്ന് ആരോ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ള ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ നിന്നും കേൾക്കുന്ന ഒരു സമയം കൂടിയാണെന്നാണ് ഈ ഒരു ഹെർമിറ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഈ ഒരു സമയത്ത് അവർ ഏകാന്തമായി ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു നീതിയാണ് പറയുന്നത്. അതായത് ഇതൊരു കാർമിക് ബാലൻസിങ്ങിൻ്റെ കാർഡാണ്. അതായത് നിങ്ങൾ അനുഭവിച്ച വേദനയ്ക്ക് തുല്യമായ ആ ഒരു വേദന അവർക്കും ലഭിക്കുവാൻ പോകുന്നു എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതായത് അവർ ചെയ്തത് കുറച്ചുകൂടി ഇരട്ടിയായിട്ട് അവർക്ക് കിട്ടുന്നു എന്നാണ് ഈ ഒരു ജസ്റ്റിസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് കർമ്മ വീൽ ഇപ്പോൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതായത് ഇത്രയും കാലം അവർ വളരെയധികം ഉയരത്തിൽ ഇരുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കാം. പക്ഷേ ഇനി അവരുടെ ഭാഗ്യം ഉയരത്തിൽ നിന്നും താഴോട്ട് മാറുന്ന സമയമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയും കാലം അവർ വിചാരിച്ചിരുന്നില്ല ഈ ഒരു ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ആ ഒരു ഭാഗ്യത്തിൽ നിന്നും ആർക്കും അവരെ മാറ്റുവാൻ കഴിയില്ല, അല്ലെങ്കിൽ ആർക്കും അവരെ തകർക്കുവാൻ കഴിയില്ല. അവരുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട് എന്നൊക്കെയുള്ളൊരു ചിന്ത ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യൂണിവേഴ്സ് അവരെ ഒരുപാട് ഉയരത്തിൽ നിന്നും താഴോട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് ചില കാര്യങ്ങളൊക്കെ ഇവിടെ കൈവിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് അവരുടെ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു സമയത്തുണ്ടായിരിക്കുന്ന ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് പീസ് ഓഫ് മൈൻഡ് എല്ലാം അവർക്ക് ഇവിടെ നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്നും പതിയെ പതിയെ തിരിഞ്ഞ് പോകുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇതിനൊക്കെ കാരണം അവർ മുൻപ് ചെയ്ത ആ ഒരു പ്രവൃത്തിയുടെ ബലം എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതവർ അനുഭവിക്കുവാനായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് ഇവിടെ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ 6 ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ വേദനയിലായിരുന്നുവെങ്കിൽ നിങ്ങൾ പതിയെ ആ ഒരു വേദനയിൽ നിന്നും പുറത്ത് വരുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതായത് വിജയിയായി മുന്നേറുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു 6 ഓഫ് വൺസ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ വേദനയെ ജയമാക്കി മാറ്റുന്ന ഒരു സോളാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഒരുപാട് നിങ്ങൾ പിടിച്ചു നിന്ന് കേട്ടോ. അതായത് ഒരുപാട് വേദനകൾ നിങ്ങൾ കൊണ്ട് നടന്ന്, പക്ഷേ തളർന്നു പോയിട്ടില്ല. ആ ഒരു വേദനയെ എല്ലാം നിങ്ങൾ വിജയമാക്കി മാറ്റുന്നു. അതിനുള്ള ആ ഒരു ബലം നിങ്ങൾക്ക് ദൈവം തന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നമുക്കിവിടെ 3 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് നല്ല വ്യക്തികളെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം ഏതെങ്കിലും ഒരു നിങ്ങൾക്ക്, അതായത് ആത്മാർത്ഥത ഇല്ലാത്ത വ്യക്തികളെയാണ് നിങ്ങൾ പരിചയപ്പെട്ടിരുന്നുവെങ്കിൽ ഇനി നിങ്ങൾ നല്ല വ്യക്തികളെ പരിചയപ്പെടാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ബന്ധം, സന്തോഷകരമായ നിമിഷങ്ങൾ, ഇതൊക്കെ
ഉണ്ടാകാൻ പോകുന്നു എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ സെലിബ്രേഷൻ എനർജിയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു മാറ്റം, പെട്ടെന്നൊരു നല്ലൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകുമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയുടെ കർമ്മ അതിവേഗം പ്രവർത്തിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടമാണ് ഇവിടെ കാണിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം ഇവർ ചെയ്തതിൻ്റെ ആ ഒരു അതായത് നിങ്ങളോട് ചെയ്തതിൻ്റെ എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ഈ ഒരു 9 ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട്. ഇതും നിങ്ങളെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചു ഈ ഒരു ബന്ധത്തിൽ നിന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ ഇനി സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വളരെയധികം സംരക്ഷണം ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതെല്ലാം ഇവിടെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു കാർമിക് ലെസൺസ് നിങ്ങൾക്ക് കഴിഞ്ഞതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും നിങ്ങൾ അതായത് കഴിഞ്ഞ കാര്യത്തിലോട്ട് നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതിലൊന്നും നോക്കാതെ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മുഴുവനായിട്ട് നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നിങ്ങൾക്കെതിരെ വേദനയുണ്ടാക്കിയ വ്യക്തി ഒരു അതായത് അവർ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിക്കുവാനായിട്ട് പോകുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മുൻപ് നിങ്ങൾക്ക് ഒരുപാട് വേദന ഈ ഒരു വ്യക്തി തന്നിട്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടിയൊക്കെ നടന്ന ഒരു എനർജി നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞില്ല തനിക്ക് തിരിച്ച് ദൈവത്തിൽ നിന്നും എല്ലാം കിട്ടുമെന്ന്. പക്ഷേ നമുക്കിവിടെ ദൈവത്തിൻ്റെ മുന്നിൽ ഒന്നും തന്നെ മറച്ചു വയ്ക്കുവാനായിട്ട് കഴിയില്ല. നമുക്കിവിടെ ജസ്റ്റിസ്, അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ്, വീൽ ഓഫ് ഫോർച്യൂൺ, ഇതെല്ലാം കൂടെ ഈ 3 കാർഡ്സും കൂടെ ചേർന്ന് കാണിക്കുന്നത് തന്നെ അവരുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തിക്ക് ദൈവം അവരെ പഠിപ്പിക്കുന്നു എന്നാണ് ഈ ഒരു 3 കാർഡ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങളിവിടെ തകർന്നു പോയിട്ടില്ല. മറിച്ച് ഇവിടെ നിങ്ങൾ മാറി വളർന്നു എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ പ്രവൃത്തിയുടെ ഫലം അവർക്ക് ലഭിക്കും. അതിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആത്മീയമായിട്ടൊരു വളർച്ചയും അവർക്കുണ്ടാകും എന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ആ ഒരു വ്യക്തിയെക്കുറിച്ചോ ആ ഒരു വ്യക്തി ചെയ്ത കാര്യത്തെക്കുറിച്ചോ ഒന്നും തന്നെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നിങ്ങൾ ശാന്തമായിരിക്കൂ. നിങ്ങളെ തേടി വലിയ വലിയ അനുഗ്രഹങ്ങൾ വരുന്നുണ്ട്. സമാധാനമായി ഇരിക്കൂ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.